നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇനി മുതൽ അവധി ദിവസങ്ങളിലും വാക്സിൻ നൽകാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഗർഭിണികൾക്കും ഗുരുതര രോഗമുള്ളവർക്കും മുൻഗണന നൽകിയായിരിക്കും വാക്സിൻ വിതരണം. താലിബാൻ തുലയട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി DYFI താനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാനവ സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു. തിരൂരിൽ AIF പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. +1 പരീക്ഷകൾ അടുത്ത മാസം 6 തന്നെ ആരംഭിക്കും. പരീക്ഷാ തീയതിയിൽ മാറ്റമില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പരീക്ഷകൾ സെപ്റ്റംബർ 16 വരെ. +1 പ്രവേശനത്തിനുള്ള അപേക്ഷാ സമർപ്പണം ഈ മാസം 24 ആരംഭിക്കും. താനൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം. കുറവില്ലാതെ തുടരുന്ന കോവിഡ് ആശങ്ക. രോഗികളുടെ എണ്ണം 20,000-ന് മുകളിൽ തന്നെ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇനി മുതൽ അവധി ദിവസങ്ങളിലും വാക്സിൻ നൽകാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഗർഭിണികൾക്കും ഗുരുതര രോഗമുള്ളവർക്കും മുൻഗണന നൽകിയായിരിക്കും വാക്സിൻ വിതരണം. സിറിഞ്ച് ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും കോവിഡ് അവലോകന യോഗത്തിൽ ആരോഗ്യവകുപ്പിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് ഇനി മുതൽ അവധി ദിവസങ്ങളിലും വാക്സിനേഷൻ നൽകാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഗർഭിണികൾക്കും ഗുരുതര രോഗമുള്ളവർക്കും മുൻഗണന നൽകിയായിരിക്കും വാക്സിൻ വിതരണം. സിറിഞ്ച് ക്ഷാമം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും കോവിഡ് അവലോകന യോഗത്തിൽ ആരോഗ്യവകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. അനുബന്ധ രോഗമുള്ളവർ കോവിഡ് ബാധിതരായാൽ ഉടൻ ആശുപത്രിയിലെത്തിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വാർഡ് സമിതികളും റാപ്പിഡ് റെസ്പോൺസ് ടീമുകളും ഉണർന്നു പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ടെലിമെഡിസിൻ സംവിധാനം കൃത്യമായി നടപ്പാക്കുന്നുണ്ടെന്നും ഉറപ്പാക്കണം. പത്തനംതിട്ട മുല്ലപ്പള്ളിയിൽ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച 124 പേർക്ക് കോവിഡ് ബാധിച്ചത് പഠന വിഷയമാക്കാൻ മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പിനും ആരോഗ്യ വിദഗ്ധ സമിതിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആറന്മുള വള്ളംകളിക്ക് കഴിഞ്ഞ തവണ നൽകിയ ഇളവ് മാത്രം അനുവദിക്കാനും കോവിഡ് അവലോകന യോഗം തീരുമാനിച്ചു. താലിബാൻ തുലയട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി DYFI താനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാനവ സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു. താലിബാൻ തുലയട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് DYFI താനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാനവ സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വൈരത്തൂരിൽ നടന്ന പരിപാടി DYFI മുൻ ജില്ലാ സെക്രട്ടറി അംഗം ബാലകൃഷ്ണൻ ചുള്ളിത്ത് ഉദ്ഘാടനം ചെയ്തു. താനൂർ ബ്ലോക്ക് പ്രസിഡന്റ് മനു വിശ്വനാഥ് അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് ട്രഷറർ P വിനേശൻ, വൈസ് പ്രസിഡന്റുമാരായ TV അംജദ്, KK മനീഷ, ജോയിന്റ് സെക്രട്ടറി AP ഷെയ്ഖ് മൊയ്തീൻ, ബ്ലോക്ക് സെക്രട്ടറി അംഗങ്ങളായ T ഫുഹാദ് മോൻ, രതീഷ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KV ഖാദർ സ്വാഗതം പറഞ്ഞു. സ്വയമായി ജീവിക്കാനുള്ള അവസരം ഒരു രാജ്യത്ത് മതം കടന്നു വന്നാൽ ആ രാജ്യത്തിന്റെ സമാധാനം നഷ്ടപ്പെടും എന്നതാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. താലിബാന് വേണ്ടി അഫ്ഗാനിസ്ഥാൻ അവരുടെ രാജ്യമാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല. അവർ പഠിക്കരുത് എന്നാണ് താലിബാൻ ആഗ്രഹിക്കുന്നത്. കുട്ടികൾക്ക് അതുപോലെ തന്നെ അവിടെയുള്ള സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾക്ക് ജീവിക്കാനുള്ള അവസരങ്ങളില്ല. അത് തന്നെയാണ് തീവ്രവാദം ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. താലിബാൻ ഭീകരവാദികളെ ഒറ്റപ്പെടുത്തുക, അഫ്ഗാൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി AIF തിരൂരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സംഘടിപ്പിച്ച പരിപാടി ജില്ലാ സെക്രട്ടറി MK മുഹമ്മദ് സലീം ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ യുവജന ഫെഡറേഷന്റെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം ഇന്ന് താലിബാനിസത്തിനെതിരായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് ബൈജു അരിക്കാഞ്ചൽ അധ്യക്ഷനായിരുന്നു. CPI മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം TJ രാജേഷ്, AIF മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ റിയാസ് തിരൂർ, K ജാവേദ്, C അരുൺ പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ബാബു ഐരങ്കോട്, ലത്തീഫ് കാനൂർ, അബ്ദുറബ് പറവണ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹരിതയ്ക്കെതിരായ നടപടിയിലൂടെ മുസ്ലിം ലീഗിന്റെ സ്ത്രീവിരുദ്ധ മുഖം ഒരിക്കൽ കൂടി വെളിവായെന്ന് CPM. സ്ത്രീത്വത്തെ അപമാനിച്ച MSF നേതാക്കൾക്കെതിരെ വനിതാ കമ്മീഷന് പരാതി നൽകിയതിൽ പകപോക്കാനാണ് നടപടിയെടുത്തത്. ഇത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്നും CPM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. പരാതി ഉന്നയിച്ചതിന്റെ പേരിൽ MSFലെ വനിതാ വിഭാഗം ഹരിത ഭാരവാഹികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതിലൂടെ മുസ്ലിം ലീഗിന്റെ സ്ത്രീവിരുദ്ധ മുഖം ഒരിക്കൽ കൂടി പരസ്യപ്പെട്ടതായി CPM ആരോപിച്ചു. സ്ത്രീത്വത്തെ അപമാനിച്ച MSF നേതാക്കൾക്കെതിരെ വനിതാ കമ്മീഷന് പരാതി നൽകിയതിൽ പകപോക്കാനാണ് നടപടി. ഇത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ലീഗ് അതിന്റെ പ്രാകൃതാവസ്ഥയിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. സ്ത്രീകളെ എക്കാലത്തും രണ്ടാം കിടക്കാരായി കണ്ട ചരിത്രമാണ് ലീഗിനുള്ളതെന്നും CPM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. പാർലമെന്റിലും നിയമസഭയിലും ഉൾപ്പെടെ മത്സരിക്കാൻ പോലും വനിതകൾക്ക് അവസരം നൽകാറില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മുസ്ലിം ലീഗ് പ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട വനിതാംഗങ്ങൾക്ക് വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പൊതുചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് ലീഗ് നേതൃത്വം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തോട് പുറംതിരിഞ്ഞു നിന്നാണ് ലീഗിന്റെ പൂർവ്വകാല ചരിത്രം. 1957 വിദ്യാഭ്യാസ പരിഷ്കരണത്തിന് തുടക്കമിട്ട EMS സർക്കാരിനെ അട്ടിമറിച്ച് ഇതിന്റെ ഭാഗമായാണ്. പിന്നീട് പൊതുവിദ്യാഭ്യാസത്തിന് അവസരങ്ങൾ തുറന്നിട്ടപ്പോൾ പ്രതിലോമ മുദ്രാവാക്യവുമായി സമുദായ സംഘടനകൾക്കൊപ്പം ലീഗ് രംഗത്തെത്തി. കലാകായിക രംഗങ്ങളിൽ സ്ത്രീകൾ
സ്ത്രീകൾ രംഗത്ത് വരുന്നതിനെ പരസ്യമായി എതിർത്തും ഊരുവിലക്ക് പോലുള്ള പ്രാകൃത നടപടികൾ സ്വീകരിച്ചു. ഇതിനെയൊക്കെ അതിജീവിച്ചാണ് ജില്ലയിൽ സ്ത്രീകൾ പൊതുസമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കടന്നു വന്നത്. ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച നയസമീപനങ്ങളാണ് അതിന് വഴിയൊരുക്കിയതെന്നും CPM പ്രസ്താവനയിൽ പറയുന്നു. സ്ത്രീകൾക്ക് പുതിയ കാലത്ത് ലീഗിൽ രക്ഷയില്ലെന്ന സന്ദേശമാണ് ഹരിത ഭാരവാഹികൾക്കെതിരായ നീക്കത്തിലൂടെ വ്യക്തമാവുന്നത്. ജനാധിപത്യ വിരുദ്ധവും സ്ത്രീവിരുദ്ധവുമായി നടപടി തിരുത്താൻ ലീഗ് തയ്യാറാകണം. ജനാധിപത്യത്തിന്റെ തുല്യനീതിയുടെയും ജീവവായു സംഘടനയിൽ അനുവദിക്കാൻ നേതൃത്വം തയ്യാറാകണമെന്നും CPM സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെടുന്നു. ഹരിത കമ്മിറ്റി മരവിപ്പിച്ച നടപടിക്കെതിരെ MSF 11 ജില്ലാ കമ്മിറ്റികൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കത്ത് കൈമാറിയതായി ജില്ലാ കമ്മിറ്റികൾ. എന്നാൽ കത്ത് നൽകിയെന്ന വാർത്ത PMS സലാം നിഷേധിച്ചു. ഹരിത കമ്മിറ്റി പിരിച്ചുവിട്ട നടപടിയിൽ MSFനകത്ത് എതിർപ്പ് ശക്തമാവുകയാണ്. നേതൃത്വത്തിനെതിരെ ലൈംഗികാധിക്ഷേപ പരാതി നൽകിയ MSF വനിതാ വിഭാഗമായ ഹരിത കമ്മിറ്റിയെ മരവിപ്പിച്ചുകൊണ്ട് ഇന്നലെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനമെടുത്തത്. എന്നാൽ നടപടി വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ എതിർപ്പും ശക്തമായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളും നടപടിക്കെതിരെ ശക്തമായി രംഗത്തെത്തിയത്. സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെതിരെയും കടുത്ത വിമർശനവും നടപടി വേണമെന്ന ആവശ്യവും ജില്ലാ കമ്മിറ്റികൾ ഉയർത്തിയിട്ടുണ്ട്. ഹരിതയ്ക്കെതിരായ മുസ്ലിം ലീഗ് നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് MSF 11 ജില്ലാ കമ്മിറ്റികളാണ് രംഗത്തെത്തിയിട്ടുള്ളത്. 11 ജില്ലാ കമ്മിറ്റികളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ കത്ത് ലഭിച്ചിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പ്രതികരിച്ചു. PK നവാസിനെതിരായ നടപടി വിശദീകരണം ലഭിച്ച ശേഷം മാത്രമേ പാർട്ടി തീരുമാനിക്കുകയുള്ളൂ. പാർട്ടി തീരുമാനത്തിൽ നിലവിൽ മാറ്റമില്ലെന്നും PMA സലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഹരിതയെ മരവിപ്പിച്ചതിനെതിരെ MSFൽ എതിർപ്പ് ശക്തമാകുകയാണ്. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ മലപ്പുറത്ത് ചേരുന്ന ലീഗ് യോഗം ഹരിത വിഷയവും ചർച്ച ചെയ്യുമെന്നാണ് സൂചന. സ്ത്രീത്വത്തെ അപമാനിച്ച സംസ്ഥാന നേതൃത്വത്തിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് MSFന്റെ ജില്ലാ കമ്മിറ്റികൾ രംഗത്തെത്തിയിട്ടുള്ളത്. ഹരിത നേതാക്കൾക്ക് പിന്തുണയറിയിച്ചാണ് കത്ത്. ഹരിത വനിതാ കമ്മീഷന് പരാതി നൽകിയതിനു പിന്നാലെയാണ് നടപടി ആവശ്യപ്പെട്ട് ജില്ലാ ഘടകങ്ങൾ കത്തയച്ചത്. അതിനിടെ പാർട്ടിക്കും തങ്ങന്മാർക്കും അപമാനമുണ്ടാക്കുന്ന പ്രവൃത്തി തന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് പ്രതികരിച്ചു. ആരുടെയെങ്കിലും സഞ്ചി പിടിച്ചാലേ പാർട്ടിയിൽ സ്ഥാനമുള്ളൂ എന്നാണെങ്കിൽ ആത്മാഭിമാനമാണ് വലുതെന്നാണ് തന്റെ നിലപാടെന്നും നവാസ് പറഞ്ഞു. അതേസമയം പരാതി നൽകിയവർക്കെതിരെ നടപടിയെടുത്തെന്ന വിമർശനവും ലീഗ് നേതൃത്വത്തിനെതിരെ ഉയരുന്നുണ്ട്. ഒരു ഇടവേള. +1 പരീക്ഷകൾ മാറ്റമില്ലാതെ അടുത്ത മാസം 6-ന് തന്നെ ആരംഭിക്കും. സെപ്റ്റംബർ 16 വരെയാണ് പരീക്ഷ നടക്കുകയെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. അതേസമയം +1 പ്രവേശനത്തിനുള്ള അപേക്ഷ ഈ മാസം 24 മുതൽ സമർപ്പിക്കാം. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പരീക്ഷാ തീയതികളിൽ മാറ്റമില്ല. നേരത്തെ തീരുമാനിച്ച തീയതികളിൽ തന്നെ പരീക്ഷ നടത്തുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. സെപ്റ്റംബർ 6 മുതൽ 16 വരെ ഹയർ സെക്കൻഡറി പരീക്ഷയും 7 മുതൽ 16 വരെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയും നടക്കും. ഓഗസ്റ്റ് 31 മുതൽ മാതൃകാ പരീക്ഷ നടത്തുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ മാതൃകാ പരീക്ഷ വിദ്യാർത്ഥികൾക്ക് രക്ഷിതാവിന്റെ മേൽനോട്ടത്തിൽ വീട്ടിലിരുന്നും എഴുതാം. ടൈം ടേബിൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റുകളിൽ ലഭ്യമാകും. അതേസമയം 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ ഈ മാസം 24 മുതൽ സമർപ്പിക്കാം. സെപ്റ്റംബർ 3 അവസാന തീയതി. ട്രയൽ അലോട്ട്മെന്റ് സെപ്റ്റംബർ 7-നും ആദ്യ അലോട്ട്മെന്റ് 13-നും നടക്കും. കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി മലപ്പുറം ജില്ലയിലെ അംഗങ്ങൾക്കുള്ള അംഗത്വ കാർഡ് വിതരണവും ഓണക്കിറ്റും വിതരണം ചെയ്തു. തിരുനഗരസഭാ ചെയർപേഴ്സൺ AP നസീമ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി മലപ്പുറം ജില്ലയിലെ അംഗങ്ങൾക്കുള്ള അംഗത്വ കാർഡ് വിതരണവും ഓണക്കിറ്റ് വിതരണവും സിറ്റി പ്ലാസ ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ നിർവഹിച്ചു. ഇങ്ങനെ ഒരു നല്ല ചടങ്ങിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. തീർച്ചയായും ഒരുപക്ഷെ ഒരുപാട് കഴിവുള്ള ആളുകളെ കാണുമ്പോഴാണ് നമ്മളുടെ കഴിവുകേടുകൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാം. എനിക്കൊന്നും ഒന്നും പാടാൻ അറിയില്ല. അതുപോലെ ഒരുപാട് കഴിവുകളുള്ള നിങ്ങളെയൊക്കെ കണ്ടതിൽ, നിങ്ങളോടൊപ്പം ഒരു 5 മിനിറ്റ് ചിലവഴിക്കാൻ കഴിഞ്ഞതിലും ഇങ്ങനെ ഒരു അവസരം തന്നതിലും വളരെയധികം നന്ദി അറിയിക്കുന്നു. തിരൂർ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഈ കാഫ് എന്ന കൂട്ടായ്മയ്ക്ക് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. കാഫ് ജില്ലാ ചെയർമാൻ ഫിറോസ് ബാബു അധ്യക്ഷനായിരുന്നു. ഒരു സംഘടനയുടെ ബലത്തിൽ ശക്തിയോടെ നിൽക്കുന്നതിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ തന്നെ പരാജയം, ഞാനടങ്ങുന്ന കലാലോകത്തിൻ്റെ പരാജയം. ആ ആശയത്തിൽ നിന്ന് സ്റ്റീഫൻ ദേവസ്യ ശങ്കരേട്ടനൊക്കെ ഒരു വാക്ക് തന്നു. ഏത് അതോറിറ്റിയിൽ വേണമെങ്കിലും ഇന്ന് നമ്മൾക്കുള്ള കല കൊണ്ട് മാത്രമുള്ള, നമ്മുടെ കയ്യിൽ ഉള്ള കല കൊണ്ട് മാത്രമുള്ള ഒരു ശക്തിയോടെ നമുക്ക് ആരെ വേണമെങ്കിലും ബന്ധപ്പെടാം. അത് കേരളം ഭരിക്കുന്നത് വലതുപക്ഷമാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ഏത് പക്ഷം മാറി വരികയാണെങ്കിലും അവിടെ ആരിയ്ക്കുന്നുവെങ്കിലും അവർ കലയെയും സംഗീതത്തെയും പാട്ടുകളെയും നൃത്തത്തെയും മറ്റുള്ള കലാരൂപങ്ങളെയും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് മനസ്സുകൊണ്ട് അവരുടെ ഇഷ്ടം കൊണ്ട് നമുക്ക് അവരുടെ അടുത്തേക്ക് കിട്ടുന്ന ഒരു റീച്ചും, ആ റീച്ച് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നൊരു വാക്കിൻ്റെ പുറത്താണ് ഈ ആശയം രൂപപ്പെടുന്നത്.
എടപ്പാൾ വിശ്വനാഥ്, ടി അബ്ദുറഹ്മാൻ, അസ്മ കൂട്ടായി, സാലി തിരൂർ, മനോജ് ചമരോട്ടം എന്നിവർ സംസാരിച്ചു. നിരവധി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഇസ്മായിലിനെ ചടങ്ങിൽ ആദരിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. വാർഡിൽ 41 വിദ്യാർത്ഥികൾക്ക് സ്നേഹോപഹാരം നൽകി വാർഡ് മെമ്പറുടെ മാതൃകാ പ്രവർത്തനം. ഒഴൂർ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ നൂഹു കരിങ്കപ്പാറയാണ് വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും സ്നേഹോപഹാരം നൽകിയത്. ഒഴൂർ ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിൽ നിന്നും SLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമാണ് സ്നേഹോപഹാരം നൽകി വാർഡ് മെമ്പർ നൂഹു കരിങ്കപ്പാറ അനുമോദിച്ചത്. കൂടാതെ വാർഡിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് മുന്നണി പോരാളികളായി പ്രവർത്തിച്ച ആശാ വർക്കർമാർ, RRT അംഗങ്ങൾ എന്നിവരെയും ആദരിച്ചു. ചടങ്ങ് KP മജീദ് MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലും സീറ്റുകൾ ബാക്കിയാണ്, അവിടെ കുട്ടികളില്ല. അതുകൊണ്ട് ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യണം? ജയിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉപരിപഠനം കൊടുക്കണം. പഴയ കാലത്തെ പോലെ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് പഠനം നിർത്തുന്ന ഒരു കാലമല്ല ഇപ്പോൾ. അതുകൊണ്ട് അവരുടെ ഉപരിപഠനം സർക്കാരിൻ്റെ ഒരു ബാധ്യതയാണ്. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ രക്ഷിതാക്കളും കുട്ടികളും ഭയങ്കര പ്രയാസത്തിലാകും എന്ന കാര്യം നാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് PK ബാവഹാജി അധ്യക്ഷനായിരുന്നു. മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് KN മുത്തുക്കോയത്തങ്ങൾ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ന പാലേരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK ജലീൽ, N ജാബിർ, തൊട്ടിയിൽ കുഞ്ഞു മുഹമ്മദ് ഹാജി, P ബഷീർ ഹാജി, സെയ്ദലവി തൊട്ടിയിൽ, ഉനൈസ് കുനാരി, സിദ്ദിഖ് തയ്യിൽ, ഉമ്മർ തൊട്ടിയിൽ, റൌഫ് ചക്കങ്ങൽ, അബു TK, മുഹമ്മദ് ചീനിക്കൽ, ബാബ കൊളക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. എന്തായാലും ഈ കോവിഡ് കാലത്ത് ഒരു പ്രതിസന്ധി സമയത്ത് ഓൺലൈനിലൂടെ സ്വയപ്രയത്നം കൊണ്ടും അതുപോലെ തന്നെ വീട്ടിലെ രക്ഷിതാക്കളുടെ പ്രയത്നം കൊണ്ടും അവരുടെ പിന്തുണ കൊണ്ടും നിങ്ങൾ നല്ല മാർക്ക് വാങ്ങി നിങ്ങളെ ഈ വേദിയിൽ വെച്ചുകൊണ്ട് പ്രത്യേകം അഭിനന്ദിക്കണം. ഇനിയും നിങ്ങൾ ഭാവിയിൽ നല്ല വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസവും അത് കഴിഞ്ഞ് നല്ല ജോലിയും സമൂഹത്തിന് നന്മ നിറഞ്ഞ പ്രവർത്തനം നടത്താൻ കഴിയുന്ന രീതിയിലുള്ള മാതൃക പുരുഷ സ്ത്രീകളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. മൃഗസംരക്ഷണ വകുപ്പും തെക്കൻ കുറ്റൂർ ക്ഷീരോത്പാദക സഹകരണ സംഘവും സംയുക്തമായി മൃഗാരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പ ഉദ്ഘാടനം ചെയ്തു. മൃഗസംരക്ഷണ വകുപ്പും തെക്കൻ കുറ്റൂർ ക്ഷീരോത്പാദക സഹകരണ സംഘവും സംയുക്തമായാണ് മൃഗാരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പ ഉദ്ഘാടനം ചെയ്തു. നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഡോക്ടറെ, ഈ കർഷകരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഡോക്ടറെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഡോക്ടറെ അടുത്ത് പറ്റുന്ന അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി അത് കർഷകർക്ക് ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കണം. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ മൊബൈൽ ഡയഗ്നോസ്റ്റിക് ലാബും ക്ലിനിക്കൽ ലാബും ക്ഷീരസംഘവും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പശു, എരുമ, ആട് എന്നിവയെ ക്യാമ്പിൽ പരിശോധിപ്പിക്കുന്നതിനായി നിരവധി കർഷകർ എത്തിയിരുന്നു. രോഗനിർണയം, അനുബന്ധ ചികിത്സ, വന്ധ്യതാ പരിശോധന, പശുക്കളുടെ ഗർഭപരിശോധന, ലാബ് പരിശോധന എന്നിങ്ങനെയുള്ള ചികിത്സാ സൗകര്യങ്ങളും ക്യാമ്പിൽ ലഭ്യമായിരുന്നു. ക്ഷീരസംഘം പ്രസിഡന്റ് K സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു. നമുക്കറിയാം, തലക്കാടിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് പലപ്പോഴും ഡോക്ടർമാരുണ്ടാവാറില്ല. അത് പല കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എപ്പോൾ ചെന്നാലും ഡോക്ടർക്ക് സ്ഥലം മാറിപ്പോയി. അല്ല, നിങ്ങളും പഞ്ചായത്തിൻ്റെയും ഞങ്ങളൊന്നും കുഴപ്പമില്ലത്. ഡോക്ടർമാർ വല്ല തിരുവനന്തപുരത്തുള്ള ഡോക്ടർമാരിക്കും തൃശ്ശൂർ അല്ലെങ്കിൽ എറണാകുളത്തുള്ളവരായിരിക്കും. അവർ ട്രാൻസ്ഫർ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും അവരുടെ നാട്ടിലോട്ട് പോകും, വീണ്ടും വേക്കൻ്റ് ആവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥിതി വിശേഷത്തിന് മാറിക്കൊണ്ട് ഇപ്പോൾ ഇതാ വളരെ പ്രഗത്ഭയായിട്ടുള്ള ഒരു ഡോക്ടർ കുടുംബം എന്ന് വേണമെങ്കിൽ പറയാൻ വരും. കാരണം ഇവരെ ഹസ്ബൻഡും ഒരു വെറ്റിനറി ഡോക്ടറാണ്. അവർ പുറത്തൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. വെറ്റിനറി സർജൻ ഡോക്ടർ TG സോമ, ജില്ലാ വെറ്റിനറി ഓഫീസർ ഡോക്ടർ PU അബ്ദുൽ അസീസ്, തലക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു, P വസന്ത, ഡോക്ടർ അബ്ദുൽ നാസർ, ഡോക്ടർ ഷംന, ക്ഷീരസംഘം സൊസൈറ്റി സെക്രട്ടറി ഹസീന, ഭരണസമിതി അംഗങ്ങളായ വിനോദ് പള്ളിയാൽ, തേമ്പലത്ത് സാവിത്രി, വേലായുധൻ കൊല്ലത്തേടത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട P ഇസ്മായിലിന് താനാള് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സ്വീകരണം നൽകി. ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് KV മൊയ്തീൻകുട്ടി ഉപഹാരം കൈമാറി. നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ഇസ്മായിൽ പുതുശ്ശേരിക്ക് താനാള് ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി സ്വീകരണം നൽകി. ചടങ്ങിൽ താനാള് പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് KV മൊയ്തീൻകുട്ടി അധ്യക്ഷനായിരുന്നു. തന്റെ രാഷ്ട്രീയ ബാലപാഠങ്ങൾ മുഴുവൻ പഠിച്ചത് വിഭജനത്തിന് മുമ്പുള്ള താനാളിൽ നിന്നാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റായ ശേഷം ആദ്യമായി ലഭിക്കുന്ന ഈ സ്വീകരണം വലിയ അംഗീകാരമായി കാണുന്നുവെന്നും തന്റെ ചുമതല പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിറവേറ്റാനുള്ള ഊർജ്ജമായി കണക്കാക്കുന്നുവെന്നും സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് ഇസ്മായിൽ പറഞ്ഞു. സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രചോദനമായി നിലകൊണ്ടിട്ടുണ്ട്. താനാള് മുസ്ലിം ലീഗ് കമ്മിറ്റിന്റെ ഭാരവാഹികളായിട്ടുള്ള ബഹുമാനപ്പെട്ട ജ്യേഷ്ഠനായിട്ടുള്ള പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TP റസാഖ്, I അഷ്റഫ്, TP ബഷീർ, അബ്ദു മാസ്റ്റർ, U നാസർ മാസ്റ്റർ, VP ഗഫൂർ, TP മുഹസിൻ ബാബു, കൊക്കോടി അലി ഹസൻ, P അബ്ദുൽ കരീം, TK നസീർ തുടങ്ങിയവർ സംസാരിച്ചു.
ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. താനൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു. താനൂർ നഗരസഭ ആരോഗ്യ വിഭാഗം താനൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി. ഹെൽത്ത് ഇൻസ്പെക്ടർ റഹീമിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ദിവസങ്ങൾ പഴക്കമുള്ള ഭക്ഷണോൽപ്പന്നങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ ഷമീർ, മനോജ്, നിസാബി, ഉദയൻ, ബിനു എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. നഗരസഭാ പരിധിയിലെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് പഴകിയത്, അതുപോലെ തന്നെ ഉപയോഗപ്രദമല്ലാത്ത എണ്ണ, കോഴി, വേവിച്ച കോഴി, പിന്നെ ബീഫ്, ചോറ്, അങ്ങനെ കുറേ പഴകിയ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 12ഓളം സ്ഥാപനങ്ങൾ നമ്മൾ രാവിലെ പരിശോധന നടത്തി. ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും ചെറിയ ന്യൂനതകളുണ്ടായിരുന്നു. അതുകൂടാതെ ഈ ഒരു ഭക്ഷണ സാധനം പിടിച്ചെടുത്തു. എന്തായാലും വരും ദിവസങ്ങളിലും നമ്മൾ താനൂർ നഗരസഭാ പരിധിയിൽ പരിശോധന തുടരുന്നതായിരിക്കും. പിന്നെ ഈ പിടിച്ചെടുത്ത സ്ഥാപനങ്ങൾക്കൊക്കെ നോട്ടീസ് നൽകി അതിൻ്റേതായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. ലീഗ് നേതൃത്വത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് ഫാത്തിമ തഹലിയ. ലീഗ് നേതൃത്വത്തിന്റെ അവഗണനയാണ് കാര്യങ്ങൾ ഇത്രയ്ക്കും വഷളാക്കിയതെന്നും ഫാത്തിമ പറഞ്ഞു. MSFനോട് ലീഗ് നേതൃത്വം കാണിച്ച നീതി ഹരിതയോട് കാണിച്ചില്ലെന്നും ഫാത്തിമ തഹലിയ കൂട്ടിച്ചേർത്തു. നേതൃത്വത്തിനെതിരെ ലൈംഗികാധിക്ഷേപ പരാതി നൽകിയ MSF വനിതാ വിഭാഗമായ ഹരിത കമ്മിറ്റിയെ മരവിപ്പിച്ചുകൊണ്ട് ഇന്നലെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനമെടുത്തത്. എന്നാൽ നടപടി വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ എതിർപ്പും ശക്തമായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളും നടപടിക്കെതിരെ ശക്തമായി രംഗത്തെത്തിയത്. സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെതിരെയും കടുത്ത വിമർശനവും നടപടി വേണമെന്ന ആവശ്യവും ജില്ലാ കമ്മിറ്റികൾ ഉയർത്തിയിട്ടുണ്ട്. ഹരിതയ്ക്കെതിരായ മുസ്ലിം ലീഗ് നടപടി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് MSF 11 ജില്ലാ കമ്മിറ്റികളാണ് രംഗത്തെത്തിയിട്ടുള്ളത്. 11 ജില്ലാ കമ്മിറ്റികളും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ കത്ത് ലഭിച്ചിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം പ്രതികരിച്ചു. PK നവാസിനെതിരായ നടപടി വിശദീകരണം ലഭിച്ച ശേഷം മാത്രമേ പാർട്ടി തീരുമാനിക്കുകയുള്ളൂ. പാർട്ടി തീരുമാനത്തിൽ നിലവിൽ മാറ്റമില്ലെന്നും PM A സലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഹരിതയെ മരവിപ്പിച്ചതിനെതിരെ MSFൽ എതിർപ്പ് ശക്തമാകുകയാണ്. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ മലപ്പുറത്ത് ചേരുന്ന ലീഗ് യോഗം ഹരിത വിഷയവും ചർച്ച ചെയ്യുമെന്നാണ് സൂചന. സ്ത്രീത്വത്തെ അപമാനിച്ച സംസ്ഥാന നേതൃത്വത്തിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് MSFന്റെ ജില്ലാ കമ്മിറ്റികൾ രംഗത്തെത്തിയിട്ടുള്ളത്. ഹരിത നേതാക്കൾക്ക് പിന്തുണയറിയിച്ചാണ് കത്ത്. ഹരിത വനിതാ കമ്മീഷന് പരാതി നൽകിയതിനു പിന്നാലെയാണ് നടപടി ആവശ്യപ്പെട്ട് ജില്ലാ ഘടകങ്ങൾ കത്തയച്ചത്. അതിനിടെ പാർട്ടിക്കും തങ്ങന്മാർക്കും അപമാനമുണ്ടാക്കുന്ന പ്രവൃത്തി തന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് പ്രതികരിച്ചു. ആരുടെയെങ്കിലും സഞ്ചി പിടിച്ചാലേ പാർട്ടിയിൽ സ്ഥാനമുള്ളൂ എന്നാണെങ്കിൽ ആത്മാഭിമാനമാണ് വലുതെന്നാണ് തന്റെ നിലപാടെന്നും നവാസ് പറഞ്ഞു. അതേസമയം പരാതി നൽകിയവർക്കെതിരെ നടപടിയെടുത്തെന്ന വിമർശനവും ലീഗ് നേതൃത്വത്തിനെതിരെ ഉയരുന്നുണ്ട്. ഒഴൂർ ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് നടത്തിയ കർഷക ദിനാചരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ന പാലേരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചു. വികസനത്തിന്റെ അടയാളങ്ങളായി തെളിഞ്ഞു നിൽക്കുന്ന റോഡുകളും അമ്പലചുംബികളായ കെട്ടിടങ്ങളും അതുപോലെ മറ്റ് ആധുനിക സൗകര്യങ്ങൾക്കുമെല്ലാം പിന്നാമ്പുറത്ത് ഒരു ജനതയ്ക്ക് കൈത്താങ്ങായി നിൽക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അത് കർഷക വിഭാഗമാണ് എന്ന് നാം പലപ്പോഴും ഓർമ്മിക്കാറില്ല. ഒഴൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന കർഷക ദിനാചരണ പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ന പാലേരി ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV നബീല അധ്യക്ഷയായിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസ്കർ കോറാട്, കൃഷി ഓഫീസർ ജേക്കബ് ജോർജ്, അസിസ്റ്റന്റ് ഓഫീസർ P സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്തിലെ കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഉത്സവ ഭത്ത വിതരണം ചെയ്തു. കേരള സർക്കാർ പ്രഖ്യാപിച്ച ഉത്സവ ഭത്ത വിതരണത്തിലെ തിരൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ നിർവഹിച്ചു. കേരള സർക്കാർ പ്രഖ്യാപിച്ച ഉത്സവ ഭത്ത വിതരണത്തിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ നിർവഹിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ 100 ദിവസം പൂർത്തിയാക്കിയവർക്കാണ് ഉത്സവ ഭത്ത നൽകിയിരുന്നതെങ്കിൽ ഇത്തവണ 75 ദിവസം പൂർത്തിയാക്കിയ തൊഴിലാളികൾക്ക് മുഴുവൻ ഉത്സവ ഭത്ത നൽകുന്നുണ്ട്. സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന വിഭാഗമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. കോവിഡ് മഹാമാരി കാലത്ത് ആ കുടുംബങ്ങളുടെ ജീവിതം, അവരുടെ കുടുംബത്തിലെ നാഥന്മാർ, പ്രത്യേകിച്ച് സ്ത്രീകളാണ് തൊഴിലുറപ്പ് തൊഴിൽ കൂടുതലായി പ്രവർത്തിക്കുന്നത്. ആ വീടുകളുടെ യഥാർത്ഥത്തിൽ അവരെ മുന്നോട്ട് പോകുന്നത് തന്നെ ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ ഒറ്റ വരുമാനമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ 3 ദിവസം തൊഴിൽ ചെയ്താലാണ് സാധാരണ നമുക്ക് ഈ ഓണം ആരംഭിക്കുന്ന 1000 രൂപ കൊടുത്തിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്രാവശ്യം ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് 75 ദിവസം ജോലി ചെയ്താൽ അവർക്ക് ഈ ഓണം ആരംഭിച്ച് കൊടുക്കാൻ കേരളത്തിലെ സർക്കാർ തീരുമാനിച്ചത്. ആദ്യം ആ സർക്കാരിനോടുള്ള നന്ദിയും കടപ്പാടും ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ് തൊഴിലാളികൾക്ക്.
ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ അധ്യക്ഷയായിരുന്നു. പി കുമാരൻ, ബി തങ്കമണി, ഫൗസിയ നാസർ, PC സുരേഷ് കുമാർ, CP ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. കേരളത്തിൽ ആശങ്കയുടെ കോവിഡ് കണക്കുകൾ ഉയർന്നു തന്നെ. 21,427 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,38,225 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ TPR 15.5%. 179 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 19,049 18,731 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് ഇന്ന് 21,427 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 3,089, കോഴിക്കോട് 2,821, എറണാകുളം 2,636, തൃശൂർ 2,307, പാലക്കാട് 1,924, കണ്ണൂർ 1,326, കൊല്ലം 1,311, തിരുവനന്തപുരം 1,163, കോട്ടയം 1,133, ആലപ്പുഴ 1,005, ഇടുക്കി 773, പത്തനംതിട്ട 773, കാസർഗോഡ് 607, വയനാട് 559 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,38,225 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.5 കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 179 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 19,049 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 108 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 20,262 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 921 പേരുടെ സമ്പർക്കരോധം വ്യക്തമല്ല. 86 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 18,733 പേർ രോഗമുക്തി നേടി. മലപ്പുറത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 21% മുകളിലെത്തി. 3,089 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 2,994 പേർ രോഗികളായത് സമ്പർക്കത്തിലൂടെയാണ്. TPR 21.11% ഉയർന്നു. 2,935 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഇതുവരെ 1,861 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. ജില്ലയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വീണ്ടും ഉയരുന്നു. ബുധനാഴ്ച 21.11% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 3,089 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 2,935 പേർ വിദഗ്ധ പരിചരണത്തിന് ശേഷം ബുധനാഴ്ച വൈറസ് മുക്തരായി. ഇതോടെ ജില്ലയിൽ കോവിഡ് മുക്തരാവുന്ന എണ്ണം 4,27,662 പേരായി. രോഗികളുമായുള്ള സമ്പർക്കത്തിലേർപ്പെട്ട വൈറസ് ബാധിതരാകുന്നവർ വർദ്ധിക്കുന്ന പ്രവണത തുടരുകയാണ്. ഇത്തരത്തിൽ 2,994 പേർക്കാണ് രോഗബാധയുണ്ടായത്. 37 പേർക്ക് വൈറസ് ബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും വിദേശത്ത് നിന്നെത്തിയ ഒരാൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 56 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 79,916 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ജില്ലയിൽ ഇതുവരെ 1,861 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. മലപ്പുറം ജില്ലയിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 20 ലക്ഷം കടന്നു. 20,09,849 ഡോസ് വാക്സിനുകളാണ് വിതരണം ചെയ്തത്. 2 ഡോസും സ്വീകരിച്ചവരുടെ എണ്ണം 5.25 ലക്ഷത്തിനടുത്തെത്തി. വാക്സിൻ വിതരണം ഊർജിതമായി പുരോഗമിക്കുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന അറിയിച്ചു. ജില്ലയിൽ വിതരണം ചെയ്ത കോവിഡ് പ്രതിരോധ വാക്സിൻ ഡോസുകൾ 20 ലക്ഷം പിന്നിട്ടു. വാക്സിൻ വിതരണം ഊർജിതമായി പുരോഗമിക്കുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇതുവരെ 20,09,849 ഡോസ് കോവിഡ് പ്രതിരോധ വാക്സിനാണ് വിതരണം ചെയ്തത്. ഇതിൽ 14,35,329 പേർക്ക് ആദ്യ ഡോസും 5,74,520 പേർക്ക് 2 ഡോസും വാക്സിനുമാണ് നൽകിയത്. 18 മുതൽ 44 വയസ്സ് വരെ പ്രായമുള്ള 4,45,292 പേർക്ക് 1ാം ഡോസും വാക്സിനും 9,09,858 പേർക്ക് 2 ഡോസും വാക്സിനുകളും നൽകി. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള 8,88,710 പേർക്ക് ആദ്യഘട്ട വാക്സിനും 4,11,267 പേർക്ക് 2ാം ഘട്ട വാക്സിനുമാണ് നൽകിയിരിക്കുന്നത്. ആരോഗ്യ പ്രവർത്തകരിൽ 44,668 പേർക്ക് 1ാം ഡോസും 30,778 പേർക്ക് 2ാം ഡോസും ലഭ്യമാക്കിയിട്ടുണ്ട്. കോവിഡ് മുന്നണി പോരാളികളിൽ 23,112 പേർക്ക് 1ാം ഡോസ് വാക്സിൻ മാത്രം നൽകിയപ്പോൾ 19,712 പേർക്ക് 2ാം ഡോസ് വാക്സിനുകളും വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഇനി മുതൽ അവധി ദിവസങ്ങളിലും വാക്സിൻ നൽകാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഗർഭിണികൾക്കും ഗുരുതര രോഗമുള്ളവർക്കും മുൻഗണന നൽകിയായിരിക്കും വാക്സിൻ വിതരണം. താലിബാൻ തുലയട്ടെ, സാമ്രാജ്യത്വം തുലയട്ടെ എന്ന മുദ്രാവാക്യമുയർത്തി DYFI താനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാനവ സൗഹൃദ സദസ്സ് സംഘടിപ്പിച്ചു. തിരൂരിൽ AIF പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. +1 പരീക്ഷകൾ അടുത്ത മാസം 6 തന്നെ ആരംഭിക്കും. പരീക്ഷാ തീയതിയിൽ മാറ്റമില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പരീക്ഷകൾ സെപ്റ്റംബർ 16 വരെ. +1 പ്രവേശനത്തിനുള്ള അപേക്ഷാ സമർപ്പണം ഈ മാസം 24 ആരംഭിക്കും. താനൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം. കുറവില്ലാതെ തുടരുന്ന കോവിഡ് ആശങ്ക. രോഗികളുടെ എണ്ണം 20,000-ന് മുകളിൽ തന്നെ. ഇതോടുകൂടി വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.